പലരും ചോദിക്കുന്നുണ്ട് ഫ്ലാറ്റിൽ ഇതുപോലുള്ള വാസ്തുദോഷങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഫ്ലാറ്റിൽ ചെയ്യാനായിട്ട് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഫെങ്ഷുയി ആണ്. വാസ്തു അനുസരിച്ചിട്ട് ആ പ്ലാന്റ് ഓരോ ദിക്കുകളെ ബേസ് ചെയ്തിട്ട് അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനപ്പുറത്തോട്ട് ഓരോ ദിക്കിലും വരുന്ന എലമെന്റുകൾ ഏതാണെന്നും ഓരോ ദിക്കിലെയും സൗഭാഗ്യങ്ങൾ എന്താണെന്നും ഏതെങ്കിലും ദിക്കിൽ ടോയ്ലറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെന്താണ് റെമഡി എന്നും നമ്മുടെ ബെഡ്റൂമിലും നമ്മുടെ എൻട്രൻസിലും നിൽക്കുന്ന നക്ഷത്രങ്ങളുടെ ഫ്ലൈങ് സ്റ്റാർ കണക്കെടുത്തനുസരിച്ചിട്ട് അതിൽ ഏതെങ്കിലും ദോഷമായിട്ടുള്ള നക്ഷത്രങ്ങൾ നമ്മുടെ ബെഡ്റൂമിൽ വന്നിട്ടുണ്ടോ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ഓരോ ദിക്കും നമുക്കത് കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പം ആ രീതിയിൽ കറക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആരോഗ്യം, സാമ്പത്തികം, തൊഴിൽ, വിദ്യാഭ്യാസം, കുടുംബജീവിതം എന്നീ കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്ക് ഫെങ്ഷുയിലെ ചില ടൂളുകൾ നോക്കാം. ഒരു വീട്ടിലേക്ക് സമ്പത്ത് കൊണ്ടുവരാനായിട്ട് ഇത്തരത്തിലുള്ള ഒരു 3 legged ഫ്രോഗ് നമുക്ക് ഉപയോഗിക്കാം. ഇത് നിങ്ങൾക്ക് ഫ്ലാറ്റിൽ ഉപയോഗിക്കാം, ഓഫീസിൽ ഉപയോഗിക്കാം, ഷോപ്പുകളിൽ ഉപയോഗിക്കാം, വീടുകളിൽ ഉപയോഗിക്കാം. പ്രധാന ഡോറിൽ നിന്നും വീടിനുള്ളിലേക്ക് കടന്നു വരും വിധമാണ് അത് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് ഒരു കൗതുകമായി ഒരു തമാശമായിട്ടൊക്കെ തോന്നാം, പക്ഷെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു 4 അനിമൽസ് ആണിത്. ഇത് ഒരു വീടിനെ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വെസ്റ്റ് ഡയറക്ഷൻസിൽ നമുക്കൊരു വൈറ്റ് ടൈഗർ വെക്കാം. അത് പടിഞ്ഞാറ് ദിക്കിന്റെ പൂർണ്ണ സംരക്ഷണം അത് ഏറ്റെടുക്കും. അതുപോലെ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനായ കിഴക്ക് ഭാഗത്ത് നമുക്കൊരു ഡ്രാഗണിനെ വെക്കാം. അതും കിഴക്ക് ദിക്കിന്റെ സംരക്ഷണം ഏറ്റെടുക്കും. അതുപോലെ തന്നെ തെക്ക് വശത്ത് നമുക്കൊരു ഫീനിക്സ് ബേർഡിനെ വെക്കാം. അത് തെക്ക് ദിക്കിന്റെ സംരക്ഷണം ഏറ്റെടുക്കും. വടക്ക് വശത്ത് നമുക്ക് ഒരു ടോർട്ടോയ്സ് വയ്ക്കാം. അത് വടക്ക് ദിക്കിന്റെ സംരക്ഷണം ഏറ്റെടുക്കും. അങ്ങനെ വീടിന്റെ 4 സ്വീകരണമുറിയുടെ 4 ദിക്കുകളിലായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ടൂളുകൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.